സ്വർണ്ണം കുറവെന്ന് പറഞ്ഞ് എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണ്ണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഒരു സ്ത്രീ വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. വലിയ കുടുംബങ്ങളാടോ, ആനി അമ്പാലിയുള്ള തറവാട്ടുകാരാണ്. അത് മാത്രമല്ല, വലിയ സമൂഹത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലായാലും എല്ലാത്തിലായാലും മതത്തിലായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യരുടെ വീട്ടിൻ്റെ മുന്നിലാണ് തൻ്റെ 100 പവനും 15 ലക്ഷം രൂപയും അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കണമെങ്കിൽ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് 15 ലക്ഷം രൂപയും 100 പവനും വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കണോ മര്യാദയ്ക്ക്? അല്ലാതെ വന്നിട്ട് അവിടെ കിടന്നിട്ട് ഡയലോഗ് അടിക്കുന്ന നാണോ മാനോ ഉളുപ്പും ഇല്ലാതെ ഒരു പെണ്ണിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? അതായത് ഇതൊക്കെ കൊടുക്കുന്ന ബാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊന്ന് നേരം വെളുത്തില്ല ഇനിയും ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ? ഈ ഡോക്ടറുടെ കൊച്ചിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ 15 ലക്ഷവും 100 പവനും തരുമ്പോൾ എനിക്ക് വേണ്ട, അതായത് എനിക്കിത് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യമില്ലേ? അതെന്താ നിങ്ങൾക്കൊന്നും ഇല്ലാതെ പോയത്? അതായത് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന ഈ തറവാടിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഭയങ്കര സംഭവം, ഒരു മണ്ണാങ്കട്ടിയില്ലായിരുന്നേ. ഇന്ന് പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ശരിക്കും നിങ്ങൾ 100 പവനും 200 പവനെല്ലാം കൊടുത്തു വിട്ട, അല്ലെങ്കിൽ 1000 പവനെല്ലാം കൊടുത്തു വിട്ട വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് നിങ്ങൾ സന്തോഷമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ്. പിന്നെ വീട്ടുകാരെ പറയിക്കാൻ കഴിയാത്തത് കൊണ്ടും ജീവൻ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടും അതുമാത്രവുമല്ല, ഇനിയിപ്പോഴും എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുക. ഇങ്ങനെ വിചാരിച്ച് ജീവിക്കുന്നതാണ് ഒരുപാട് സ്ത്രീകളുണ്ട്, ഇങ്ങനെ വിചാരിച്ച് ജീവിക്കുന്നത്. അതായത് ഇവരൊക്കെ എല്ലാവരും വിചാരിക്കുന്ന ഇതാണ്, സ്ത്രീധനം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങ് സെറ്റിലായി, ഇവരങ്ങ് ഭയങ്കര സംഭവമായി. അതുപോലെ ഗൾഫിലാണെങ്കിൽ ഗൾഫിലങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല സുഖമായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും യൂറോപ്പിലാണെങ്കിലും സുഖമായി എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. ഈ അച്ഛനും അമ്മയും കരുതുന്ന അതാണ്. അതായത് നല്ല കുടുംബം, നല്ല കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ മകൾക്ക് അവിടെ എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടാവുള്ളൂ. തൻ്റെ മകൾക്ക് അവിടെ എന്തെങ്കിലും ഒരു പരിഗണന വേണമെങ്കിൽ നമ്മൾ കൂടുതൽ കൊടുക്കണം. അതായത് ചെറുക്കൻ്റെ ജ്യേഷ്ഠൻ എത്രയാണ് കൊണ്ടുവന്നേ? 100 പവൻ. അങ്ങനെയാണെങ്കിൽ അനിയൻ്റെ ഭാര്യ കൊണ്ടുവരേണ്ടത് 150 പവനാണ്. അപ്പോൾ മാത്രമേ ആ കുട്ടിക്ക് അവിടെ ബല കിട്ടുള്ളൂ എന്നുള്ള ഒരു സംസാരമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ പാട് എത്ര പവൻ കൊണ്ടുവന്നു? അത്രയേ ഉള്ളോ? ഈ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഡോക്ടർ കൊച്ചിനെ കല്യാണം കഴിക്കുന്നതിന് നല്ല രീതിയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില ആൾക്കാർ പറയും, അയ്യോ ഞാൻ സന്മനസ്സനാണ്, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറയും. പക്ഷേ അവൻ അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ കുടുംബസ്വത്തായിട്ട് കിട്ടിയ കോടിക്കണക്കിന് രൂപയുണ്ടാവും. അത് പിന്നെ മതി എന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ്. സ്ത്രീകളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തരല്ല. ഇപ്പൊ കാസർഗോഡ് ഏതൊരു വ്ളോഗറില്ലേ, 2 കല്യാണം കഴിച്ച് ഓൻ്റെ കുടുംബം രണ്ടും ഭയങ്കര തൃപ്തിയില്ല. ഓൻ്റെ മൂത്ത ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലാന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ ഡിപ്രഷൻ. അത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ്, ഇത് എവിടെ പോയി പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. നാണോ മാനോ ഉളുപ്പും ഇല്ലാണ്ട് അവനൊക്കെ പോയിട്ട് വേറെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ ബാപ്പമാരെ ചാട്ടവാറിനടിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അമ്മാതിരി തെണ്ടിത്തരം ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. എന്തിനാണോ ഇങ്ങനെ വേറെ ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ എന്തിനാന്ന് തൻ്റെ മോളെ വീണ്ടും അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നത്? അത് മാത്രമല്ല, എനിക്ക് ഇവനൊക്കെ ഉളുപ്പില്ലാണ്ട് ഇതിൻ്റെ ഈ പിന്നെ എന്നാ പറയണ്ടേ, ഈ ഭയങ്കരമായിട്ടുള്ള തറവാട്ടുകാർ പറയുകയാണ് ഒരാൾക്ക് വേണമെങ്കിൽ 3 4 ഒക്കെ ആകാന്ന്. എടാ നാണും മാനും ഇതൊക്കെ ഏത് ലോകത്തുനിന്ന് വരുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തു വിടുക. അതുപോലെ തന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങൾ ഏത് മതവും ഏത് ജാതിയും എന്തോ ആയിക്കോട്ടെ, ഈ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അതായത് പൈസയും ഇങ്ങനെ ഈ പൊന്നും ഓർത്തില്ല ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അതൊക്കെ എല്ലാവരും പറയും, അയ്യോ ഞങ്ങൾ പൊന്നു കൊടുക്കുന്നതിനെതിരാണെന്നൊക്കെ പറയും. മണ്ണാങ്കട്ടയാന്ന്, ഒരു തേങ്ങാക്കൊലിയല്ലായിരുന്നു. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജ്വല്ലറികളിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 3 വയസ്സേ ഉണ്ടാവുള്ളൂ. 15 വർഷം കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ സ്വർണം പറഞ്ഞ് ഏൽപ്പിക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെയുള്ള കുറേ ടീമുകൾ. ഒരു കാര്യം പറയാം, ഇവരുടെ ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയുള്ള ഈ തന്തമാരെടുക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഒരു മോചനവും ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് വന്നിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ കിടന്നിട്ട്
അത് രണ്ടും തറവാടികളാണ്. ഈ പെണ്ണിന്റെ വീട്ടുകാരും വലിയ തറവാട്ടുകാരാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കന്റെ വീട്ടുകാരും വലിയ തറവാട്ടുകാരാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ആ സത്യാഗ്രഹത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാറുണ്ട്. എടക്കഴയൂർ മഹല്ല നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജി എന്നവരുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുക, അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാക്കോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പം അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് പൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിലെ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്വർണം കുറവെന്ന് പറഞ്ഞാൽ എത്ര പവൻ തന്നിട്ടാണ് കെട്ടിച്ചു വിട്ടത്? സാർ 100 പവൻ സ്വർണം തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013? അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും തറവാടികളാണ്. രണ്ടും തറവാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര തറവാട്ടുകാരാണ്. അപ്പം ഇവർ 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്ക് നിന്നിട്ടാണ് ഈ കല്യാണമൊക്കെ നടത്തിയത്. നിങ്ങൾ 15 ലക്ഷമൊക്കെ ഇങ്ങനെ എണ്ണി വാങ്ങിക്കുമ്പോൾ ഇവനൊന്നും ഒരു കുറ്റബോധം ഇല്ലടി. അതുപോലെ തന്നെ ഈ 100 പവനും താങ്ങിക്കൊണ്ട് ഈ പെണ്ണ് എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടാവുക? എന്നിട്ട് വല്ലതും നടന്ന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് തന്നെ മക്കളെ വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും ചോദിച്ചു നോക്കുക, അല്ല മോളെ ഞാൻ 1000 പവൻ തന്നിന്, 500 പവൻ തന്നിന്, 250 പവൻ തന്നിന്, 150 പവൻ തന്നിന്, നീ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും സന്തോഷവതിയായിരിക്കില്ല. അതാണ് പറയാനുള്ളത്. ഒരാൾ പോലും സന്തോഷവതിയായിരിക്കില്ല. ഏതെങ്കിലും അടുക്കളയുടെ ഉള്ളിൽ കിടന്ന് കരിപുരണ്ട ജീവിതമായിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ മക്കൾ. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വളർത്തിയിട്ട് നിങ്ങൾ ഇത്രയും പൊന്നും സ്വർണ്ണം എല്ലാം കൊടുത്ത മക്കൾ ഏതെങ്കിലും അടുക്കളയിൽ കരിപുരണ്ട ജീവിതമായിട്ട് മല്ലടിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും പവൻ, എവിടെ നോക്കിക്കഴിഞ്ഞാലും വണ്ടി, കാറ്, എന്തെല്ലാം സ്ത്രീധനം കൊടുക്കുന്നായിരുന്നു. അയ്യോ, കഷ്ടം തന്നെയായിരുന്നു, വളരെ മോശം തന്നെയായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നതായിരുന്നു. ഇന്ന് വരെ 10 പൈസ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഒരു 10 പൈസ വാങ്ങിച്ചിട്ടുമില്ല. എത്ര പാപം കൊണ്ടുവന്നിനെ നോക്കിയിട്ടുമില്ല. അതിൻ്റെ അകത്തുനിന്നൊന്നും നമ്മൾ തൊട്ടിട്ടുമില്ലായിരുന്നു. അഭിമാനിക്കുന്നതായിരുന്നു. അതുപോലെയുള്ള ആൾക്കാരെ നോക്കണമായിരുന്നു. നല്ല നല്ല ആൾക്കാരുണ്ടോ, നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ട്. 15 ലക്ഷവും പിന്നെ ഈ 100 പവനും കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ള ആൾക്കാരെ കിട്ടുമായിരുന്നു. അല്ലാതെ ഈ പൈസക്ക് ആർത്തിയുള്ള ഇതുപോലെ ഈ കീടം പോലത്തെ ടീമുകൾ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തൊരു വൃത്തികെട്ട പരിപാടി. ഇന്നലെ ഒരാൾ ഉളുപ്പില്ലാണ്ട് വന്ന് പറഞ്ഞിരിക്കുക. അതായത് അവനും വേണമെങ്കിൽ 3-4 ഉണ്ടാവും, നീ ആരാ ചോദിക്കാമെന്ന്. ഭാര്യയോടെ ചോദിക്കുന്നതായിരുന്നു. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു കച്ചവടമല്ല. അതായത് കല്യാണം എന്ന് പറയുന്നത് ഒരു കച്ചവടമല്ല. നിങ്ങളുടെ മകളെ നിങ്ങൾ പഠിപ്പിച്ച് ഡോക്ടറാക്കി എന്നിട്ടും ഇവനെ പോലെയുള്ള ഈ കാട്ടാളന്മാർക്ക് വിവാഹം ചെയ്ത് അയക്കുന്നതിലും നല്ലത് അത് വിവാഹം കഴിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇമാതിരി തോന്നിയവാസം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വലിയ തറവാട്ടുകാർ അല്ലെങ്കിൽ വലിയ ജോലിക്കാർ, ആനയും അമ്പാലിയുമുള്ള ടീമുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ച നിങ്ങളുടെ മക്കൾ സന്തോഷത്തിലാണോ ജീവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതാണ് വേണ്ടത്. പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ജീവച്ഛവമായിട്ടാണ് ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയാം. അതായത് നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്തപ്പോഴേ അവൻ്റെ തെമ്മളപ്പ് മാറി. പെണ്ണുങ്ങളെ പൈസ വാങ്ങിച്ചിട്ട് അടിച്ചു പൊളിക്കുന്ന ജീവികളെ എനിക്കറിയാം.
അതായത് പെണ്ണ് നല്ല രീതിയിൽ പൈസയും പിന്നെ വണ്ടിയും കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവൻ അതും കൊണ്ടുപോയിട്ട് മറ്റുള്ള സ്ത്രീകളുടെ അടുത്ത് പോകുന്ന കഥകൾ വരെ നമുക്കറിയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇവളുടെ വണ്ടി എടുത്തിട്ട് വേറെ പെണ്ണുങ്ങളെ എടുത്തിട്ട് പോകും. അതായത് സ്വന്തം ഭാര്യ എന്നെന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി എടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ചില ആൾക്കാരുടെ ചിന്താഗതി തന്നെ ഇത് തന്നെയാണ്. അതായത് പിന്നെ ഈ പ്രസവിക്കാനും അടുക്കളപ്പണിക്കും, അല്ലാതെ വേറെ ഒന്നിനും സ്ത്രീകളെ അവർ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് എന്നുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ജാതിയോ മതമോ ഒന്നുമില്ലാട്ടെ, എല്ലാത്തിലും പറയുകയാണ്. അതുകൊണ്ട് പറയുന്നത് തൻ്റെ ഇടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ മക്കളുടെ ബാങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ഇതുമില്ല. അതായത് അവൻ്റെ വീട് നന്നാക്കാനും അവൻ്റെ വീട്ടു പണിയെടുപ്പിക്കാനും അവൻ്റെ പെങ്ങളെ കഴിപ്പിച്ചയക്കാനും ഒന്നും അല്ല നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണിയും ജോലിയില്ലെങ്കിലും പെണ്ണ് കെട്ടിച്ചു കൊടുക്കും. കാരണം എന്താ അറിയുക, അതായത് അവൻ്റെ വീട്ടിൽ കുറച്ച് കടമുണ്ട്, അതൊന്ന് തീർക്കട്ടെ എന്ന് വരുന്നിട്ട് അവൻ്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചിട്ട് ഒരു പെണ്ണിനെ കണ്ണീര് കൊടുപ്പിക്കുക. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഹൈപ്പ് ചെയ്തോട്ടെ. നമ്മളുള്ള കാര്യം പറയില്ല, ഇല്ലാത്തൊന്നും പറയില്ല. ബൈ ബൈ.